ജർമ്മൻ ഫിലോസഫറായ മാർട്ടിൻ ഹൈഡഗർ അദ്ദേഹം ഒരു സങ്കല്പം ജീവിതത്തെക്കുറിച്ച് ഒരു അനാലജി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ത്രോനസ് എന്നാണ് ഈ അനാലജിയെ വിളിക്കുന്നത്. ജീവിതത്തിൻ്റെ സാഹചര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള നമ്മളുടെ വരവിനെ അദ്ദേഹം ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഒരു ടേമിലൂടെ വിവക്ഷിക്കുന്നതാണ് ത്രോനസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമ്മൾ ജീവിതത്തിലേക്ക് വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ നമ്മളെ തള്ളിയിട്ടതുപോലെ, നമ്മളെ ആരോ പെട്ടെന്ന് മുൻ ധാരണകളൊന്നുമില്ലാതെ കൊണ്ടുവന്നതുപോലെ അനുഭവപ്പെടുന്നതായി അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ത്രോനസ് എന്ന് പറയുന്ന ഈ ഒരു വീക്ഷണത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മറ്റു ഫിലോസഫർമാരും വിശദീകരിക്കുന്നത് ഒരു തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെയാണ്, ഒരു ചിന്താ പരീക്ഷണം. ആ ചിന്താ പരീക്ഷണത്തിലൂടെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ, ജീവിതത്തിന് മൊത്തം അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് രാത്രി നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി നമ്മളുടെ സ്ഥിരം റൂമിൽ, നമ്മൾ സ്ഥിരം കിടക്കുന്ന കിടക്കയിൽ അവിടെ വന്ന് നമ്മൾ കിടന്നു. നമ്മൾ പുതച്ച് മൂടി കിടന്നു. പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോയി. പിന്നീട് വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റുപാടും നമ്മൾ ഉറങ്ങിയ സ്ഥലമല്ല നമ്മൾ കാണുന്നത്. നമ്മളൊരു കപ്പലിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ കപ്പലിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ഉറങ്ങിയത് വീട്ടിലാണ്, നമ്മളുടെ കിടക്കയിലാണ്, നമ്മളുടെ പുതപ്പ് മൂടിക്കൊണ്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷേ എഴുന്നേൽക്കുന്നത് മറ്റൊരിടത്താണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ചുറ്റുപാടും പല കാഴ്ചകളും നമ്മൾ കാണാണ്. ചില ആളുകൾ കപ്പലിൻ്റെ ഒരു മൂലയിൽ കായികമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു മൂലയിൽ കുറേ ആളുകൾ സംഗീതവും പാട്ടും നൃത്തവുമൊക്കെയായി അങ്ങനെ കഴിച്ചു കൂട്ടുന്നു. മറ്റൊരിടത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ തത്വജ്ഞാനികൾ വലിയ വിജ്ഞാന ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരിടത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിലുള്ള വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പല കാഴ്ചകളും നമ്മൾ കാണാണ്, പല വിഭാഗക്കാരെയും നമ്മൾ കാണാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ മനസ്സിൽ ആദ്യമായി വരുന്ന ചോദ്യം എന്താണ്? നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായും ആദ്യമായി വരുന്ന ചോദ്യം ഈ കാഴ്ചകളെയോ നമ്മളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയോ പറ്റിയൊന്നും ആയിരിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഈ കപ്പലിലെത്തിയത്? ആരാണ് എന്നെ കൊണ്ടുവന്നത്? എന്തിനാണ് ഞാൻ ഈ കപ്പലിൽ എത്തിപ്പെട്ടത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? എവിടേക്കാണ് എൻ്റെ യാത്ര? എന്നൊക്കെയായിരിക്കും നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ യഥാർത്ഥത്തിൽ ഹൈഡഗർ പറഞ്ഞ ത്രോനസിനോട് നമുക്ക് ഉപമിക്കാൻ കഴിയും. നമ്മൾ ഈ ജീവിതത്തിലേക്ക് വന്നതും ഈ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വീണപ്പോൾ, നമ്മൾ വളർന്നപ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്നത് കപ്പലിലെ ഓരോ മൂലയിലും പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. അതിന് സമാനമായി പലതിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതരം അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ദേഹേച്ഛകളും ഒക്കെയായി ജീവിക്കുന്ന പല ആളുകളെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ വരേണ്ട, ഈ ജീവിതത്തെ സമീപിക്കുന്ന, ജീവിതത്തിലേക്ക് വളർന്നു വരുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം എന്തായിരിക്കും? സ്വാഭാവികമായും കപ്പലിൽ എങ്ങനെ എത്തി, എവിടേക്ക് പോകുന്നു, എന്തുദ്ദേശത്തോടു കൂടി ആര് എന്നെ ഈ കപ്പലിലേക്ക് കൊണ്ടുവന്നു എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ എങ്ങനെ ഈ ലോകത്തേക്ക് വന്നു, എന്നെ ആര് എന്തുകൊണ്ട് ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എവിടേക്കാണ് എൻ്റെ ഈ യാത്ര, എൻ്റെ ഈ ജീവിതയാത്രയുടെ അർത്ഥം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കും ആദ്യമായി നമ്മളുടെ മനസ്സിൽ വരിക. അപ്പോൾ ഇത് ജീവിതവുമായി ഈ കപ്പൽ യാത്രക്ക് വളരെ സാമ്യത നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കപ്പലിലുള്ള ആളുകളോട് നമ്മൾ അന്വേഷിക്കുകയാണ്, എങ്ങനെ ഈ കപ്പലിലെത്തി എന്ന ചോദ്യം മൂലയിലുള്ള പല ആളുകളോടും പല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അറിയില്ല, എങ്ങനെയാണ് എത്തിയതെന്ന് അറിയില്ല, പക്ഷേ അതിനന്വേഷിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പലിലെത്തിയിട്ട് പെട്ടെന്ന് ഉറങ്ങുന്നിടത്ത് നിന്ന്, മുറിയിൽ നിന്ന് കപ്പലിലേക്ക് എത്തിയിട്ട് എങ്ങനെ എത്തി, എന്തിനെത്തി, എന്തുകൊണ്ടെത്തി എന്ന ചോദ്യം നമ്മളുടെ മനസ്സിലില്ല എങ്കിൽ, ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മറ്റു പലതിലും ഏർപ്പെടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ബുദ്ധിശൂന്യമായ നിലപാടാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കപ്പലിലെത്തിയ സമയത്ത് അടിസ്ഥാനപരമായി നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന, നമ്മളുടെ മനസ്സിലെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ
അവിടേക്ക് എത്തി എന്നുള്ള ചോദ്യമായിരിക്കും. ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കപ്പലിൽ എന്തുകൊണ്ടെത്തി, എവിടേക്കാണ് ഈ യാത്ര, ആരാണ് എന്നെ കൊണ്ടുവന്നത് എന്ന ചോദ്യം ഒരിക്കലും അവസാനിക്കില്ല. അവനത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ വിശക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു മൂലയിൽ ഭക്ഷണമായി പാനീയമായി ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി നമ്മളുടെ വിശപ്പ് അകറ്റിയേക്കാം. നമുക്ക് ക്ഷീണമുള്ള സമയത്ത് അവിടെ ഉറങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ അടുത്ത് പോയി നമ്മൾ അവിടെ സൗകര്യം നോക്കി ഉറങ്ങിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കളിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് കളിച്ചേക്കാം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മളുടെ ഈ ചോദ്യം അവസാനിക്കില്ല. നമ്മളെ മനസ്സിൽ ഈ ചോദ്യം കിടക്കും. ആർക്കെങ്കിലും ഈ ചോദ്യം, എങ്ങനെ ഞാൻ ഈ കപ്പലിലെത്തി, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ആരാണ് എന്നെ കൊണ്ടുവന്നത്, എവിടേക്കാണ് ഈ യാത്ര എന്നുള്ള ചോദ്യം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അവസാനിച്ചാൽ അതിനർത്ഥം അവൻ ബുദ്ധിശൂന്യമായ യുക്തിരഹിതമായ നിലപാടിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതില്ലേ? നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിന് വേണ്ടി ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനപരമായ ഈ ചോദ്യം, എന്തുകൊണ്ട് എന്ന ചോദ്യം നിലനിൽക്കേണ്ടതില്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ആ തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെ ചിന്തിക്കേണ്ട ഒരു ചിന്ത. ഇനി നമ്മൾ ഈ കപ്പലിൽ പോവുകയാണ് എന്ന് വിചാരിക്കാം. ഈ കപ്പലിൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഈ ചിന്ത അവശേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ ഈ കപ്പലിലേക്ക് എത്തിയത്, എന്താണ് ഉദ്ദേശം, എവിടേക്കാണ് പോകുന്നത്, ആരാണ് എന്നെ കൊണ്ടുവന്നത്? ഈ ചിന്തയും വെച്ച് കുറേ ആളുകളോട് നമ്മൾ ചോദിച്ചറിയാണ്. അറിവുള്ള ഒരുപാട് ആളുകളെ കണ്ടു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്താണ്, എങ്ങനെയാണ് എത്തിയത് എന്ന വൈ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് എന്ന ചോദ്യം, വൈ ക്വസ്റ്റ്യൻസ്. ഈ വൈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാം. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് രണ്ട് വിഭാഗം ജ്ഞാനികളെ നമ്മൾ ആ കപ്പലിൽ കാണാൻ. ആ കപ്പലിൽ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിഭാഗം അവർ കപ്പലിൻ്റെ രൂപം, ഘടന, യന്ത്രം, പ്രവർത്തികൾ, അതുപോലെ കപ്പലിലെ വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ, അതിലെ അന്നപാനീയങ്ങൾ എങ്ങനെ കിട്ടും, അവിടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ, യാത്ര സുഖകരമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ആ കപ്പലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കണ്ടുമുട്ടി. അപ്പോൾ ആ വിഭാഗം യഥാർത്ഥത്തിൽ നമുക്ക് വളരെ അനിവാര്യമായൊരു വിഭാഗമാണ്. കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആരോഗ്യം വേണം, നമുക്ക് വേണ്ട വസ്തുക്കളും സൗകര്യങ്ങളും ലഭ്യമാവണം, നമുക്ക് ഈ യാത്ര തുടരണമെങ്കിൽ നമുക്ക് ആവശ്യകരമായ കാര്യങ്ങളൊക്കെ, ഒരു രോഗം വന്നാൽ ചികിത്സിക്കണം, അതുപോലെ തന്നെ എവിടെയാണ് കിടക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയണം, ഏത് ഭക്ഷണമാണ് ഈ യാത്രയിൽ കഴിക്കേണ്ടതെന്ന് അറിയണം. ഇതൊക്കെ വളരെ അനിവാര്യമായ കാര്യമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ വിഭാഗം ജ്ഞാനികൾക്കൊരിക്കലും നമ്മളുടെ ഈ അടിസ്ഥാനപരമായ ചോദ്യം, എന്തുകൊണ്ട് ഞാൻ ഈ കപ്പലിൽ എത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ഈ ജ്ഞാനികൾക്ക് കഴിയില്ല. ഇവരെ നമുക്ക് ശാസ്ത്രജ്ഞർ എന്ന് വിളിക്കാം. ശാസ്ത്രജ്ഞർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന നമ്മളെ ജീവിതത്തിന് അനിവാര്യമായ, നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ടോ അതിനെയൊക്കെ പറ്റിയുള്ള ഭൗതികമായ അറിവ് അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ജീവിതം എങ്ങോട്ട് പോകുന്നു, ആരെന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നിങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും അഗാധമായ ചോദ്യങ്ങൾ, വൈ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ ഈ ശാസ്ത്രജ്ഞർക്ക് കഴിയില്ല. അവർക്ക് ഹൗ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം തരാനേ കഴിയുള്ളൂ. ഉദാഹരണത്തിന്, എങ്ങനെയാണ് കപ്പലിലേക്ക് എത്തിയത് എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ചിന്തിച്ചിട്ട് കണ്ടെത്താൻ കഴിയും. അവർ വന്ന് നോക്കുമ്പോൾ കപ്പലിൻ്റെ തുറമുഖത്ത് നിന്ന് ഒരു ഡോക്ക് വഴിയാണ്, ഡോക്കിൻ്റെ ഉപയോഗത്തോടു കൂടി അതിൻ്റെ ഫലത്തിലാലാണ് നമ്മളെ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒന്ന് ഉന്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ഒരു കാർട്ട് വഴിയാണ് നമ്മളെ ഈ കപ്പലിലേക്ക് കയറ്റിയത് എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് ഈ കപ്പലിലേക്ക് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചത് എന്നുള്ള ഹൗ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ഈ ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ സാധിച്ചേക്കും. എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചേക്കും. പക്ഷേ ഈ ഹൗ ക്വസ്റ്റ്യൻസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വൈ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി കിട്ടേണ്ട ഉത്തരം എങ്ങനെ എന്നുള്ളത് ഏത് രൂപത്തിലാണ്, ഹൗ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് നമ്മളെ ഈ കാർട്ട് ഉപയോഗിച്ച് ഡോക്കിലൂടെ നമ്മളെ കപ്പലിലേക്ക് കയറ്റിയതൊക്കെ, അതൊക്കെ ശരിയാണ്, അതിൻ്റെ ഹൗ ആണ്, അതിൻ്റെ എങ്ങനെയെന്നുള്ളതിൻ്റെ ഉത്തരമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കപ്പലിലേക്ക് നമ്മളെ കയറ്റി എന്നുള്ള ചോദ്യം പറയാൻ, അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കുകയില്ല.
ഇത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ കാണുന്ന ശാസ്ത്രീയമായ ഭൗതികമായ വിജ്ഞാനങ്ങളുടെ ഒക്കെ അവസ്ഥ. നമ്മളുടെ ഹൗ ക്വസ്റ്റ്യൻസിനെ അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ബയോളജി ആകട്ടെ, ഇതൊക്കെ വളരെ അനിവാര്യമായ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ജീവിക്കാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ജീവിക്കുന്നത് എന്തിന് എന്ന അടിസ്ഥാനപരമായ ചോദ്യം, നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, നമ്മളുടെ അസ്തിത്വത്തിൻ്റെ വിലയെന്ത്, അതിൻ്റെ മുന്നോട്ട് നീങ്ങലിൻ്റെ അർത്ഥമെന്ത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അടിസ്ഥാനപരമായ വൈ ക്വസ്റ്റ്യൻസിന് മറുപടി നൽകാൻ ശാസ്ത്രത്തിനോ ശാസ്ത്രജ്ഞന്മാർക്കോ സാധിക്കില്ല എന്നുള്ളത് ഈ കപ്പലിലെ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കപ്പലിൽ മറ്റൊരു വിഭാഗം ജ്ഞാനികളെ നമ്മൾ പരിചയപ്പെടാണ്. ആ ജ്ഞാനികളുടെ പ്രത്യേകത, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കപ്പലിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്. ആരാണ് ഈ കപ്പലിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്, എന്തിനു കൊണ്ടുവന്നു, ഈ കപ്പൽ എങ്ങോട്ടാണ് നീങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഈ യാത്ര നമ്മൾ ചെയ്യുന്നത്, എവിടേക്കാണ് നമ്മൾ അവസാനിക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് ആ ജ്ഞാനികൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കപ്പലിൽ എത്തിപ്പെട്ട ജീവിതത്തിൻ്റെ ത്രോനസിലേക്ക് ഹെഡഗർ പറഞ്ഞതുപോലെ എത്തിപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ അവൻ്റെ ലക്ഷ്യം ഈ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ കപ്പൽ യാത്രയുടെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ സർവ്വവിധ മേഖലകളിലും അർത്ഥപൂർണമായ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനും ജീവിതം സാക്ഷാത്കരിക്കാനും അതിൻ്റെ അർത്ഥം സാക്ഷാത്കരിക്കാനും ജീവിതത്തെ ധന്യമാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വൈ ക്വസ്റ്റ്യൻസും ഹൗ ക്വസ്റ്റ്യൻസും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ഹൗ ക്വസ്റ്റ്യൻസ് മാത്രം പ്രമുഖവും വിലയുള്ളതും പ്രാധാന്യമുള്ളതുമാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിവെക്കുകയും വൈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ധൈര്യവും അത് അന്വേഷിക്കാനുള്ള ജിജ്ഞാസയും നമുക്കുണ്ടാകണം. അല്ലാതെ ആ കപ്പലിൽ എത്തിപ്പെട്ട് ആ ചോദ്യങ്ങളെയൊക്കെ അവഗണിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു സംഘത്തോടൊപ്പം ആസ്വദിക്കുക എന്ന ചിന്തയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അർത്ഥശൂന്യമായ യുക്തിശൂന്യമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകരുത് എന്ന് നമ്മൾ തിരിച്ചറിയുക.